श्रीविघ्नराजं भजे श्रीविघ्नराजं भजे। सद्गुरु बाबा श्री गुरु बाबा शरवण बाबा गुरु बाबा सद्गुरु बाबा श्री गुरु बाबा शरवण बाबा गुरु बाबा सद्गुरु बाबा श्री गुरु बाबा शरवण बाबा गुरु बाबा सद्गुरु बाबा श्री गुरु बाबा शरवण बाबा गुरु बाबा। കാലത്തെഴുന്നേറ്റു പൂജകൾ ചെയ്തു ഭക്തർക്കു ദർശനം നൽകും ബാബാ സദ്ഗുരു ബാബാ ഗുരു ബാബാ सद्गुरु बाबा श्री गुरु बाबा शरवण बाबा गुरु बाबा सद्गुरु बाबा श्री गुरु बाबा शरवण बाबा गुरु बाबा। ഭക്തർതൻ മനസ്സിൽ കുടികൊള്ളും ബാബാ ഭക്തർക്കു തുണയായി വന്ന ബാബാ സദ്ഗുരു ബാബാ ഗുരു ബാബാ सद्गुरु बाबा श्री गुरु बाबा शरवण बाबा गुरु बाबा सद्गुरु बाबा श्री गुरु बाबा शरवण बाबा गुरु बाबा। പഴനിമല മുരുകൻ ദർശനമരുളിയ ശരവണ ബാബാ ഗുരു ബാബാ സദ്ഗുരു ബാബാ ഗുരു ബാബാ सद्गुरु बाबा श्री गुरु बाबा शरवण बाबा गुरु बाबा सद्गुरु बाबा श्री गुरु बाबा शरवण बाबा गुरु बाबा। ജ്ഞാനവേലും ശക്തിവേലും കയ്യിലേന്തിയ ഗുരു ബാബാ സദ്ഗുരു ബാബാ ഗുരു ബാബാ सद्गुरु बाबा श्री गुरु बाबा शरवण बाबा गुरु बाबा सद्गुरु बाबा श्री गुरु बाबा शरवण बाबा गुरु बाबा। നാഗദർശനം നൽകും ഭക്തർക്ക് മഞ്ഞൾ പ്രസാദം നൽകും ബാബാ സദ്ഗുരു ബാബാ ഗുരു ബാബാ सद्गुरु बाबा श्री गुरु
ജ്ഞാനത്തിനുറവിടം ശരവണ ഭവമഠം എന്ന തത്വത്തിൽ ലയിച്ച ബാബ സദ്ഗുരു ബാബ ഗുരു ബാബ സദ്ഗുരു ബാബ ശ്രീ ഗുരു ബാബ ശരവണ ബാബ ഗുരു ബാബ സദ്ഗുരു ബാബ ശ്രീ ഗുരു ബാബ ശരവണ ബാബ ഗുരു ബാബ ശരവണ ബാബ ഗുരു ബാബ ശരവണ ബാബ ഗുരു ബാബ ശരവണ ബാബ ഗുരു ബാബ ശരവണ ബാബ. नारायण नारायण जय गोविंद हरे नारायण नारायण जय गोपाल हरे नारायण नारायण जय गोविंद हरे नारायण नारायण जय गोपाल हरे करुणा पारावार वरुणालय गंभीर नीरद संखाश कृतकलिकल्मषनाश यमुनातीरविहार कृतकौस्तुभमणिहार पीताम्बर परिधान सुरकल्याणनिधान मञ्जुलगुञ्जाभूय माया मानुषवेश राधाधर मधुरसिक रजनीकर कुलतिलक नारायण नारायण जय गोविंद हरे नारायण नारायण जय गोपाल हरे नारायण नारायण जय गोविंद हरे नारायण नारायण जय गोपाल हरे मुरळीगान विनोद वेदस्तुत भूपाद बर्हिणि बर्हा पीड नटनाटक पणिक्रीडा वारिजभूषाभरण राजीवरुक्मि സപ്തസ്വരങ്ങളും ഷടാക്ഷരി മന്ത്രവും ഒത്തുചേരുന്ന ഒരു അപൂർവ നിമിഷം, ഒരു മുഹൂർത്തമാണിത്. മനുഷ്യനിൽ നിന്ന് ദൈവത്വം കൈവരിച്ച ശ്രീ ദക്ഷിണാമൂർത്തി സ്വാമിയും സാക്ഷാൽ ദക്ഷിണാമൂർത്തി മനുഷ്യനായി അവതരിച്ച ശ്രീ ശരവണഭവമഠം മുരളീകൃഷ്ണ സ്വാമിജിയും ഒന്നിക്കുന്ന ഒരു അപൂർവ വേദിയാണ് ഇന്ന്. ശ്രീകൃഷ്ണപുരം എന്ന പവിത്രവും പരിപാവനവുമായ പുണ്യഭൂമിക്ക് കൈവരാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല മുഹൂർത്തം. സംഗീതത്തിൻ്റെ പരംപദത്തിൽ നിന്ന് ശതകോടി ബാലദിവാകര പ്രതിമ പോലെ ഉദിച്ചു നിൽക്കുന്ന ശ്രീ ദക്ഷിണാമൂർത്തി സ്വാമികളുടെ തൃക്കരങ്ങളാൽ ശരവണഭവ മഠാധിപതിയുടെ സാന്നിധ്യത്തിൽ സമർപ്പിക്കപ്പെടുകയാണ് പുണ്യ വേദിയായ ഇന്ന് ഉദ്ഘാടനം ചെയ്ത സരസ്വതി മണ്ഡപവും ലക്ഷ്മി മണ്ഡപവും. ഈ മഹാക്ഷേത്രത്തിലെ മഹാസന്നിധിയിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ ഭക്തിപൂർവം സ്വാഗതം ചെയ്യുന്നു. जलरुहदल निभनेत्र जगदारम्भक सूत्र
जनी संहर करुणालय मामुद्धर भगभग क्षय कंसारे केशव कृष्ण मुरारे नारायण नारायण जय गोविंद हरे नारायण नारायण जय गोपाल हरे नारायण नारायण जय गोविंद हरे नारायण नारायण जय गोपाल हरे पीताम्बर अभयं कुरु मे मावर दशरथ राजकुमार दानव मद संहार गोवर्धन गिरिरमण गोपी मानस हरण शरयू तीर विहार सज्जन ऋषि मंदार विश्वामित्र मकत्र विविध नारायण नारायण അനുഗ്രഹ പ്രഭാഷണം പറയണം എന്ന് പറഞ്ഞു ഇവിടെ എല്ലാം പൂർണ്ണ അനുഗ്രഹത്തിൽ ഉദിച്ചു മറിഞ്ഞങ്ങനെ നിൽക്കുക. ഇവിടെ വന്നിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഇന്ത് അനുഗ്രഹമെന്ന് എന്നെ കൊണ്ട് പറയുന്നത് ചില സാധ്യമല്ല. ചില നമ്മൾ വിചാരിക്കാം അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഇന്നാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കാം. അതല്ല, ആ മനസ്സ്, ആ ഒറ്റ മനസ്സിൻ്റെ കാര്യം കൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ ബാക്കിയുള്ള ആ കൂട്ടു സംഘം അല്ലെങ്കിൽ കൂട്ടുമുറ എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അനുഗ്രഹ പ്രഭാഷണം പറയണമെന്ന് പറഞ്ഞു. ഇനി ഞാനത് പറഞ്ഞില്ല പറയണ്ട എന്നുദ്ദേശിച്ചാൽ ഞാൻ ഈ മൈക്കിപ്പോൾ എഴുന്നേറ്റത്. കാരണം ഒരു അനുഗ്രഹ പ്രഭാഷണം പറയണമെന്നുണ്ടെങ്കിൽ അതിന് കുറേ അധികം കാര്യങ്ങൾ മനസ്സിലാക്കണം. കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ചുമ്മാ അനുഗ്രഹവാദികൾ എന്ന് പറഞ്ഞാൽ നമ്മളത് ആരൊക്കെ എന്തോ പറയാം. അപ്പം അത് മുൻകൂട്ടി ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. കാരണം ഇവിടെ നിങ്ങൾ വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളും ആശിസുകളെല്ലാം കിട്ടാനുള്ളതുകൊണ്ട് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ എൻ്റെ അനുഗ്രഹ പ്രഭാഷണം പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങുക. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ സാക്ഷാത് ഈശ്വരൻ്റെ അനുഗ്രഹം. അതായത് ഈശ്വരത്വം. ആദരണീയനായ സ്വാമിജി, ആദരണീയനായ ദക്ഷിണാമൂർത്തി സ്വാമികൾ, അദ്ദേഹത്തിൻ്റെ പ്രിയ സഹധർമ്മി
ബാബാജിയുടെ മാതാവ് ശ്രീ കൈതപ്പുറം, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഭക്തജനങ്ങളെ, ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ഒരു നിമിത്തം പോലെ ഇവിടെ എത്തിച്ചേർന്ന ഒരു വ്യക്തിയാണ്. ചെറുപ്പം മുതലേ എൻ്റെ വീട് ഹരിപ്പാടാണ്. ഹരിപ്പാട് എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിൽ പെട്ട ഒരു ഗ്രാമം. അവിടെ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ചെറുപ്പത്തൊട്ടേ എൻ്റെ അമ്മ പറഞ്ഞു തന്ന ഈശ്വരനാമങ്ങൾ ആണ് എൻ്റെ ചെവിയിൽ മുഴങ്ങിയിട്ടുള്ളത്. തൊട്ടടുത്ത് ഒരു ഭദ്രകാളി ക്ഷേത്രമുണ്ട്. അവിടെ തൊഴുതു വരുന്നതാണ് ഞാൻ അമ്മയെ കാണുന്നത്. എന്നും തൊഴുതു വരുന്ന അമ്മയുടെ ദൃശ്യമാണ് ഇന്ന് എൻ്റെ മനസ്സിൽ. കലാരോദ്യാനഗംഗയും സിന്ധുവും ബ്രഹ്മപുത്രയും നക്ഷത്ര പതക്കമണിഹാരങ്ങളായണിയും നിർമ്മലാംബേ നിത്യമംഗള ദീപാധരണം നിത്യമംഗള ദീപാധരണം സദാ വന്ദേ കരുണാരസസാഗരം ഒരേ അമ്മേശ്വരം ദേവീശ്വരം മാതാ പിതാ ഗുരു ദൈവം എന്ന തത്വത്തിൽ ഇവിടെ ഈ സന്നിധിയിൽ ഇരിക്കുന്ന ബാബാജിയുടെ അമ്മയ്ക്ക് ആദ്യം പ്രണാമം പറയും. എല്ലാവരോടും നന്ദിയും കടപ്പാടും പറഞ്ഞുകൊണ്ട് For a change, I am going to speak in English because there are many people who do not follow Malayalam. So that the people who come from all over the world can also follow what I say, because all others spoke in Malayalam. So though I belong to Kerala, to this place, I thought that Namah Shivaya Shanthaya Shuddhaya Nirmalaya Prasannaya Sri Dakshinamurtaye Namaha. Shadhananam Kumbhavaraktavarnam Mahamadhim Divyamayoravāhanam Rudrasya Solam Surasainyanatham Guham Sada Sharanamaham Prabhadhe. ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇങ്ങനൊരു മഹസന്നിധാനം ഉടലെടുത്തിട്ടുണ്ട്. അതിന് നമ്മളൊക്കെ കാരണക്കാരായിട്ടുണ്ട്. നമ്മളെ കാരണക്കാരാക്കുമ്പോഴാണ് ഇങ്ങനെയുള്ളതൊക്കെ നമ്മളിലൂടെ ജനിക്കുന്നത്. ഇതൊക്കെ ഭഗവാന്റെ ഇച്ഛയാണ്. ഭഗവാന്റെ ഇച്ഛ ചെയ്യാണ്ട് ഒന്നുമില്ല ഈ ലോകത്ത്. നമ്മളുടെ ഓരോ ചിന്തകളിലും ഭഗവാൻ ജനിക്കണം. എപ്പോഴും അതാണ് ഭഗവാനെ ചിന്തിക്കും, അപ്പോഴേ ഭഗവാൻ ജനിക്കും. കല്ലിലും മണ്ണിലൊക്കെ ഭഗവാൻ ജനിക്കും. നമ്മൾ ചിന്തിക്കുമ്പോൾ മാത്രമേ ജനിക്കുന്നുള്ളൂ എന്ന് മാത്രം. അപ്പം നമ്മുടെ ചിന്തയിലൂടെയാണ് എല്ലാം അവതരിക്കുന്നത്. ഇതൊക്കെ ഇപ്പോൾ ചിന്തയിലൂടെ ഉണ്ടായതാണല്ലോ. നമ്മളെല്ലാവരും ചിന്തിച്ചു, അങ്ങനെ ഇതൊക്കെ ഉണ്ടായി. അപ്പം ഇങ്ങനെയുള്ളതൊക്കെ ചിന്തിക്കുമ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും. അപ്പം ഇങ്ങനെയുള്ളതായ ചിന്തകളിലാണ് നമ്മളുടെ സംസ്കാരമൊക്കെ നിലനിൽക്കുന്നത്. നമുക്കതാണല്ലോ വേണ്ടത്. നമ്മുടെ വരുന്ന തലമുറകൾക്ക് നമ്മുടെ സംസ്കാരം ഉണ്ടാവണം. അതില്ലാത്തൊരവസ്ഥയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് അനുഭവങ്ങളിലൂടെ. അപ്പം നമ്മളുടെയൊക്കെ വരുന്ന തലമുറകൾക്ക് നമ്മളൊക്കെ വന്ന വഴി നമ്മൾ കാണിച്ചു കൊടുക്കണം. അപ്പോഴേ അവരാ വഴിയിലൂടെ നമ്മളെ ആദരിക്കുള്ളൂ. അല്ലേ? മക്കൾ പറയുന്നത്
മക്കൾ പറയണത് കേൾക്കണമെങ്കിൽ നമ്മളതിനെ പഠിപ്പിക്കണം. നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ, നമ്മുടെ സംസ്കാരമൊക്കെ, അപ്പോൾ മാത്രമേ നമ്മൾ പറയണതൊക്കെ അവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മുടെയൊക്കെ വരുന്ന തലമുറകൾക്ക് ഇതൊക്കെ അനുഗ്രഹീതമാവട്ടെ. അതാണ് ഏറ്റവും വലിയ ഒരു സങ്കല്പം ഇതിൻ്റെയൊക്കെ. അതിപ്പോൾ സുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ സൃഷ്ടിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ലേ? ഇത് അസുഖങ്ങളെ മാറ്റാൻ വേണ്ടി സൃഷ്ടിച്ചതാണ്. അസുഖങ്ങളെ മാറ്റി പുണ്യദർശനം തന്നിടും മുരളി കൃഷ്ണസ്വാമി ഭക്തദാസർക്കഭയം വഴങ്ങിടും സച്ചിദാനന്ദൻ ഏഴയർക്കും എളിയവർക്കും ശാന്തി വഴങ്ങിടുവാൻ പൂവിൽ വന്ന് പിറந்தவனோ ചിന്മയൻ ദേവൻ ദർശനം തന്നിടും മുരളി കൃഷ്ണസ്വാമി ഭക്തദാസർക്കഭയം വഴങ്ങിടും സച്ചിദാനന്ദൻ ശ്രീകൃഷ്ണപുരം